ആവടുക്ക നരിമഞ്ചക്കൽ കോളനിയിലെ കൂമുള്ളതിൽ ഗോപാലന്റെ ജീവിതം. പന്തിരിക്കര അങ്ങാടിയിൽ അറിയപ്പെടുന്ന ചുമട്ടുതൊഴിലാളിയായിരുന്ന ഗോപാലന് സ്വന്തം ജീവിതം എടുത്താൽ പൊങ്ങാത്ത ചുമടുഭാരമായി തീർന്നത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. ബസ്സിലേക്ക് ചുമട് കയറ്റുന്നതിനിടയിൽ കുഴഞ്ഞുവീണ ഗോപാലന് പിന്നീടൊരിക്കലും പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വഴിയും കാണുന്നില്ല. ശരിക്കും പിന്നെ തിരുവനന്തപുരത്തുനിന്ന് ആളോട് പറഞ്ഞത് നിങ്ങൾ ആയുർവേദം ചെയ്തു നോക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തലച്ചോറിലെ ഞരമ്പിന്റെ തകരാറാന്ന് അന്നേരം പിന്നെ കൊണ്ടില്ലാൻ പറഞ്ഞിക്ക്. അന്നേരം പോലും പറഞ്ഞു നിങ്ങൾ ആയുർവേദം ചെയ്തു നോക്കുന്നു. പിന്നെ കൊണ്ടില്ലാനും പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെ കൊണ്ടുപോകാനായില്ല. മരുന്നും ചികിത്സയും ഒരുപാട് വർഷങ്ങളെ പിറകിലേക്ക് തള്ളിയെങ്കിലും ഗോപാലന്റെ അസുഖത്തിന് കൃത്യമായ നിർവചനം കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മകൻ ദിനേശനെയും 18ാമത്തെ വയസ്സിൽ ഇതേ അസുഖം തളർത്തിക്കളഞ്ഞതോടെ രോഗത്തേക്കാൾ ഭീകരമാണ് ദാരിദ്ര്യമെന്ന് ഈ കുടുംബം അനുഭവിച്ചറിഞ്ഞു. വഴി ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞതാ. അതിന് പോകാൻ നോക്കുമ്പോഴത്തേ എനിക്ക് സുഖമല്ല ഉണ്ടായത്. എനിക്ക് മൂത്രത്തിൽ പഴപ്പ് 2 ആഴ്ചയായി. കാണിച്ച് മരുന്ന് കുടിക്കുക. പിന്നെ ചെറിയൊരു പൈസയൊന്നും മതിയാകില്ല കാണിക്കാന്നറിഞ്ഞ്. നല്ലൊരു സംഖ്യ വേണം. തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുപോകാൻ നന്മയെന്ന് പറഞ്ഞ്. അവരെല്ലാ പൈസയും അവർക്ക് എടുക്കാനാകില്ല. ഞാനും കുറച്ച് സഹായിക്കും. പിന്നെ ഇവിടെ ഒരു കമ്മിറ്റി എല്ലാം കൂടിയിട്ട് അത് സംഘടിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാന്ന്. അതിന് മാഷെ കാണണം. പിന്നെ പാർട്ടിക്കാരെങ്കിലും കണ്ടിട്ട് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. മതവും കെട്ടിപ്പൊക്കിയ പാർട്ടി ചിഹ്നങ്ങളും കൂമുള്ളതിൽ ഗോപാലന്റെ നിരാലംബമായ ജീവിതത്തിന് തണലേകുന്നില്ല. കാടുപിടിച്ച സ്മാരകങ്ങൾക്കു താഴെ ഒരു മേൽക്കൂരയുടെ സുരക്ഷിതത്വം പോലുമില്ലാതെ ഗോപാലനും ദിനേശനും കല്യാണിയമ്മയും അങ്ങനെ അങ്ങനെ. ഇത് വീടിന്റെ പണി തറ കെട്ടുന്നു ഒരു സുഖമില്ല. അന്ന് കൊണ്ടുപോയി. പിന്നെ ചുമര് കെട്ടുന്നു. അന്നേരല്ലോ ഭയങ്കര കരച്ചലാ. പണിതീരാത്ത വീടും വേദനയിൽ പൂണ്ടുപോയ അച്ഛനും തങ്ങൾക്കു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരമ്മ മനസ്സും നിശ്ചേതനമായ കിടപ്പിലും ദിനേശന്റെ ധീരാവേദനകളാണ്. ചലനം നിലച്ചു പോകുന്നതിനു മുമ്പ് വിറയ്ക്കുന്ന കൈവിരലുകൾ കൊണ്ട് മതമറിയാത്ത ദൈവത്തിനായി ദിനേശൻ തന്റെ ഡയറിത്താളിൽ ഒരെഴുത്ത് എഴുതിവെച്ചു. ജീസസ്, ഇങ്ങനെയൊരു അസുഖം ഇനിയൊരാൾക്കും കൊടുക്കരുതെന്ന് ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്കറിയാം. കണ്ണീർ ഗ്രന്ഥികളിൽ ചോരപൊടിയുന്ന ഈ അമ്മയ്ക്ക് ഇപ്പോൾ കരയാനാവില്ല. ഗോപാലന്റെ ഭാര്യയും ദിനേശന്റെ അമ്മയുമായി ഉള്ളുലയ്ക്കുന്ന വേദനയുടെ ഒരുപാട് ജീവിതഭാരങ്ങൾ കൂമുള്ളതിൽ കല്യാണിയുടെ ഇരുചുമലുകളിലും ഇനിയും ബാക്കി നിൽക്കുന്നു. അറിയാതെയൊന്ന് വിതുമ്പിപ്പോയാൽ കരച്ചിലടക്കാൻ നന്നേ പണിപ്പെടേണ്ടി വരുമെന്ന തിരിച്ചറിവായിരിക്കണം ഈ അമ്മയുടെ ഏറ്റവും വലിയ വേവലാതി.
ഈ സ്ത്രീ നമുക്കത്രയൊന്നും അപരിചിതയല്ല. ഉപേക്ഷിക്കപ്പെട്ട വിഴുപ്പ് പോലെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ തുരുമ്പെടുത്തുപോയതാണ് നങ്ങീലിക്കണ്ടി നഫീസയുടെ ജീവചരിത്രം. ഒളാങ്ങലും മരിച്ചുപോയി. ആത്മഹത്യ ചെയ്ത ആങ്ങള ബാപ്പന്റെ ഇരുന്ന ഞാൻ ഇടയില്ല. ഞാൻ മെഡിക്കൽ കോളേജ് ആദ്യം ആത്മഹത്യ ചെയ്ത. കൈന്റെ ഞരമ്പ് കുത്താൻ അവന് പെങ്ങളെ കാണാൻ പറഞ്ഞപ്പോ പെങ്ങളെ എവിടെയോ പാർപ്പിച്ചു. പാപ്പ പാർക്കാനായിട്ട് ഏതോ ഒരു വീട്ടിൽ പാർപ്പിച്ചു. അപ്പൊ അത് അവന് ഭയങ്കര നിരാശയായി. ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണാന്നല്ലാണ്ട് അത് 2 ദിവസം മോർച്ചറിൽ കണ്ടിട്ട് ഞാൻ ചാകരി കാണിച്ചു തരുന്നില്ല. എനിക്ക് പാപ്പന്റെ പെണ്ണിന്റെ ആൾക്കാർ കാണിച്ചു തരുന്നില്ല. അപ്പൊ വേറെ കല്യാണം കഴിച്ചു. അതിൽ പിന്നെ കുട്ടികളൊന്നുമില്ല. എന്നിട്ട് മരിച്ചിട്ട് 2 ദിവസം മോശം കിടന്നിട്ട് ഞാൻ 6ാം പാട് ഉണ്ടായിട്ട് എനിക്ക് കാണിച്ചു തന്നു. ആ വേദന ഞാൻ മരിച്ചാലും എന്റെ ഹൃദയത്തുനിന്ന് പോയില്ല. 2ാം വിവാഹം കഴിച്ച് വീട് വിട്ടുപോയ ഭർത്താവും മറ്റേതു അടുക്കളയിൽ കത്തിത്തീരുന്ന മകളും ഈ അമ്മയ്ക്ക് അനാഥത്വത്തിന്റെ നോവുകിനിയുന്ന ചവിട്ടുപടികളായി. കൂടപ്പിറപ്പിനെ കാണാനാവാത്ത വേദനയിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത മകൻ ഇടനെഞ്ചിലെ എരിഞ്ഞുതീരാത്ത കനലുകളായി. ഒടുക്കം എണ്ണിയാലൊടുങ്ങാത്ത രോഗപീഠകൾക്കൊപ്പം ബാക്കി വന്ന ജീവിതം ആതുരാലയത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ വരാന്തയിൽ രോഗികൾക്കും സന്ദർശകർക്കും സഹതാപമുണർത്തുന്ന കാഴ്ചയായി. ഒരു പെട്ടെന്നുള്ള ആൾക്കാരുണ്ടാവില്ല. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി, നിങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിക്കും തന്നെ, മരിച്ചാൽ ഏതുമില്ല. മറ്റെന്താ ഇവിടെ ഒരു ചാർക്കും ചണ്ടിയൊന്നുമില്ല. ഇത് സ്ഥലം ഓർവുമല്ല. ഓറിപ്പോ ഇവിടെ കുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കമ്മിറ്റിക്കാരതായത് സ്ഥലം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഓർക്ക് ആരാന്റെ കയ്യും ഓറവായി. പിന്നെ ഏകദേശം ഞാനിപ്പോ പിന്നെ എന്റെ അമ്മ അയച്ചു വയ്ക്കുമെങ്കിലും എന്റെ അമ്മയെ നോക്കും പോലെ എന്തെങ്കിലും ഞാൻ കാച്ചു നേരത്ത് ഇവിടെ കൊണ്ടുകൊടുക്കൂ. അത് കുടിക്കും. കൊടുത്തിട്ട് പറയുന്നതല്ലേ അതിപ്പോ ഉമ്മ ആര് തിന്നാലും ഇവിടുന്ന് അങ്ങ് കാണാല് എല്ലാവരും ആര് ഏതേതുപോലെ തിന്നാലും മല. മാവുള്ളജാലിൽ ലക്ഷം വീട് കോളനിയിലെ താൽക്കാലിക വീട്ടിൽ നാട്ടുകാർ നഫീസയെ പുനരധിവസിപ്പിച്ചു. അനാഥത്വത്തിന്റെ കടുത്ത ഒറ്റപ്പെടലിലും തനിക്കും മറ്റുള്ളവരെപ്പോലെ സ്വന്തമായി ഒരു മേൽവിലാസം വേണമെന്ന് കാണുന്നവരോടെല്ലാം അവർ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എനിക്കൊരു ഐഡന്റിറ്റി കാർഡ്, ഒരു ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡും കിട്ടിയാൽ മതി. വേറെ ഒന്നും എനിക്ക് അത് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ആരും ഒരു സഹായത്തിനുണ്ട്. ഈ നന്മന്റെ ഒരു സഹായത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇത്ര ഇത് മറ്റു കിട്ടി. ട്രസ്റ്റ് ആരംഭിച്ചത് ഒരു 35ഓളം കച്ചവടക്കാരും സാമൂഹ്യ പ്രവർത്തകരും അധ്യാപകന്മാരും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഒന്നിച്ചേരുകയും ഈ പ്രശ്നത്തിൽ ഒന്നിക്കുവാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ജനങ്ങൾ നല്ല സപ്പോർട്ടാണ് ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. ചിലവേറിയ ശസ്ത്രക്രിയ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 3ഓളം കേസുകൾ ഇപ്പോൾ പെൻഡിംഗിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ഏതാണ്ട് 6 ലക്ഷം ഉറുപ്പികയുടെ ഒരു ചെലവ് ഈ ശസ്ത്രക്രിയകൾക്കെല്ലാം കൂടി വേണ്ടിവരും എന്നാണ് കണക്കാക്കുന്നത്. വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളും ഞങ്ങളുടെ പരിമിതിക്കകത്ത് ഒതുങ്ങാത്ത ആവശ്യങ്ങളും എന്ന രീതിയിലാണ് നന്മ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെയെല്ലാം കാണുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ വേണ്ടതുപോലെ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്.